സായാഞ്ജലി ഭാഗം 21. ഐ റിമെമ്പർ. പുതിയ പ്രൊജക്റ്റിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനർ മാമാണെന്ന് കേട്ടു. ഓൾ ദി ബെസ്റ്റ്. ഓ താങ്ക്സ്. സായ് സാറിനോടൊപ്പം അന്ന് പാർട്ടിയിൽ മാം വന്നപ്പോൾ ഞാൻ ആദ്യം കരുതിയത് സാർ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണെന്നായിരുന്നു. ഡിംപിൾ കൗശലരൂപേണെ ചോദിച്ചു. ഹേയ് നോ. അനുരാധ എന്തോ ആലോചിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അനുരാധയുടെ ആ നോ പറച്ചിൽ ഡിംപിളിന് അത്ര സുഖകരമായി തോന്നിയില്ല. അനുരാധയോട് പതിയെ സൗഹൃദം സ്ഥാപിക്കാൻ ഡിംപിൾ തീരുമാനിച്ചു. ഡിംപിൾ മനസ്സിൽ ചില കണക്കുകൂട്ടലുകൾ നടത്തി. അഞ്ജലിയും സായും ഫോട്ടോഷൂട്ട് നടത്തുമ്പോൾ അനുരാധയുടെ മനസ്സ് അസ്വസ്ഥമായി. അവൾ അവിടെ നിന്നും ഒഴിഞ്ഞു മാറുന്നത് കണ്ട് ഡിംപിൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അനുരാധയുടെ ശ്രദ്ധ ആ ഫോട്ടോഷൂട്ടിലേക്ക് തിരിച്ചു. പാർട്ടി കഴിഞ്ഞ് അഞ്ജലിയും സായും അവരുടെ കുടുംബങ്ങളും അവരവരുടെ വീട്ടിലേക്ക് പോയി. ചെറിയൊരു തലവേദന എന്ന് പറഞ്ഞ് അനുരാധ മുറിയിൽ പോയി കിടന്നു. കണ്ണടയ്ക്കുമ്പോൾ അവൾ കാണുന്നത് സായുടെയും അഞ്ജലിയുടെയും പ്രണയ നിമിഷങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് എത്ര ശ്രമിച്ചിട്ടും തനിക്ക് അതിൽ നിന്നും മോചനം കിട്ടാത്തത് എന്നവൾ ചിന്തിച്ചു. തിരിഞ്ഞും മറിഞ്ഞും അസ്വസ്ഥമായ മനസ്സോടെ ആ രാത്രി അനുരാധ തള്ളി നീക്കി. സായും അഞ്ജലിയും അവരുടെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളോർത്ത് സന്തോഷത്തോടെ കിടന്നു. എന്നാൽ വീണ്ടും തൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ചുകൊണ്ട് അനുരാധ അവളുടെ പഠനവും കരിയറും ശ്രദ്ധിച്ച് മുന്നോട്ടുപോയി. അനുരാധയുടെ ബിസിനസ്സിലെ അറിവും കാഴ്ചപ്പാടുകളെയും എപ്പോഴും സായ് പ്രോത്സാഹിപ്പിക്കുകയും ഒരു സഹോദരനെ പോലെ അവളോടൊപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അനുരാധ സായുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. അനുരാധയുടെ ഡിസൈനുകൾ പലപ്പോഴും സായെ അത്ഭുതപ്പെടുത്തി. അനുരാധയെ ഇൻറ്റീരിയർ ഡിസൈനായി തിരഞ്ഞെടുത്ത തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് സായിക്ക് തോന്നി. അനുരാധയുടെ അസിസ്റ്റൻ്റായി ഒരാളെ കണ്ടെത്താൻ സായ് ആനന്ദിനോട് പറഞ്ഞപ്പോൾ ഡിംപിളിന് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഡിംപിൾ നേരത്തെ ഇൻറ്റീരിയർ ഡിസൈനർ കോഴ്സും കഴിഞ്ഞിരുന്നതിനാൽ സായ് ആ കാര്യം അംഗീകരിച്ചു. അങ്ങനെ അനുരാധയുടെ അസിസ്റ്റൻ്റായി ഡിംപിൾ ജോലി ചെയ്യാൻ ആരംഭിച്ചു. മനസ്സിൽ എന്തോ കണക്കുകൂട്ടലുകൾ നടത്തിയാണ് ഡിംപിൾ അനുരാധയോടൊപ്പം ജോലി ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒരു ദിവസം വർക്കിംഗ് സൈറ്റിൽ അനുരാധയും സായും സംസാരിച്ചു നിൽക്കുന്നത് ജോലികൾ ചെയ്യുന്നതിനിടയിൽ ഡോണ ശ്രദ്ധിച്ചു. അവിടെ നിന്നും സായ് പോയപ്പോൾ ഡോണ അനുരാധയുടെ അടുത്തേക്ക് വന്നു. മാം പറഞ്ഞ ഫർണിച്ചർ മോഡൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ നമുക്ക് ആവശ്യമുള്ള കംപ്ലീറ്റ് ഫർണിച്ചറുകളും നമ്മൾ ആവശ്യപ്പെട്ട മോഡലിൽ സെറ്റ് ചെയ്ത് തരാമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പെയിൻറ്റിംഗ് വർക്കുകൾ ഈ മാസത്തോടെ കഴിയുമെന്ന് തോന്നുന്നു. അനുരാധയും ഡിംപിളും കൂടി വർക്കിംഗ് സൈറ്റിലൂടെ നടക്കുന്നതിനിടയിൽ മാമും സായ് സാറും കൂടി സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് പെയിൻറ്റ് കൊണ്ടുവന്ന ബംഗാളി പറയുകയാണ്, ഇവർ ഭാര്യ ഭർത്താക്കന്മാരാണോ? ബഹുത് അച്ചി ജോഡി എന്നൊക്കെ അനുരാധയുടെ ഭാവങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഡിംപിൾ പറഞ്ഞു. ഡിംപിൾ പറഞ്ഞത് കേട്ട് അനുരാധ ഒരല്പം പരുങ്ങലോടെ ഡിംപിളിനെ നോക്കി. ഞാനല്ലെന്ന് അപ്പോൾ തന്നെ പറഞ്ഞു മാം. പക്ഷേ അവനെ കുറ്റം പറയാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും കൂടി നിൽക്കുന്നത് കാണുമ്പോൾ ആരായാലും ഒന്ന് തെറ്റിദ്ധരിച്ചു പോകും. നിങ്ങൾ തമ്മിൽ എന്തൊരു ചേർച്ചയാണെന്നോ എന്ന് പറഞ്ഞ് അനുരാധയുടെ മുഖത്തേക്ക് ഒന്ന് ഇടം കണ്ണിട്ട് നോക്കിയതിനു ശേഷം, അതുമാത്രമല്ല, നിങ്ങൾ രണ്ടുപേരുടെയും കരിയർ ബിസിനസ്സാണ്. ഒരേ താല്പര്യങ്ങൾ. എന്തുകൊണ്ടും നിങ്ങളായിരുന്നു ചേരേണ്ടിയിരുന്നത്. ഡിംപിൾ ഒരല്പം വിഷമത്തോടെ പറഞ്ഞു. ഇന്നലെ വർക്കേഴ്സിൻ്റെ പേയ്മെൻറ്റ് കൊടുത്തിട്ടില്ലല്ലോ. ഡിംപിൾ അതുപോയി ക്ലിയർ ചെയ്യൂ, അനുരാധ കർക്കശ ഭാവത്തോടെ പറഞ്ഞു. ഓ സോറി മാം. ഡിംപിൾ അനുരാധ ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ പോയി. അനുരാധയുടെ മനസ്സിൽ സായിയോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് ഡിംപിൾ ഉറപ്പിച്ചു. അപ്പോൾ ഡിംപിളിൻ്റെ മുഖത്ത് ഒരു ചെകുത്താൻ്റെ ചിരി വിടർന്നു. ഡിംപിൾ പറഞ്ഞ കാര്യങ്ങൾ അനുരാധയുടെ മനസ്സിനെ ആട്ടി ഉലച്ചു. ഡിംപിളിൻ്റെ വാക്കുകൾ അനുരാധ വീണ്ടും വീണ്ടും ഓർത്തു. സായും അനുരാധയും തമ്മിൽ നല്ല ചേർച്ചയാണെന്ന് ഡിംപിൾ പറഞ്ഞതോർത്തപ്പോൾ അനുരാധയുടെ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിരിഞ്ഞു. അന്ന് രാത്രി അനുരാധയും മഹിമയും സായും കൂടി സായുടെ വീട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അനുരാധയുടെ മനസ്സ് അസ്വസ്ഥമായിരുന്നു. ഡിംപിൾ പറഞ്ഞ വാക്കുകളായിരുന്നു അവളുടെ മനസ്സിൽ. എത്രയൊക്കെ അണയ്ക്കാൻ ശ്രമിച്ചിട്ടും
അണയാതെ കിടക്കുന്ന ഒരു കനലായി സായ് അവളുടെ മനസ്സിൽ നീറുന്നുണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ഡിംപിൾ അനുരാധയുടെ മനസ്സിൽ എരിയുന്ന ആ കനലിനെ ഊതി ഊതി അനുരാധയുടെ ആത്മാവിലേക്ക് ആളിക്കത്തിക്കാൻ ഡിംപിൾ ശ്രമിച്ചു. അതിൽ പലപ്പോഴും ഡിംപിൾ വിജയിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം സായോടൊപ്പം അഞ്ജലിയും സൈറ്റിലെത്തി. അഞ്ജലിക്ക് സായ് അവിടെയെല്ലാം കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും ഡിംപിളിന് കുറച്ചുകൂടി അനുരാധയോട് സ്വാതന്ത്ര്യമായിട്ടുണ്ടായിരുന്നു. ഇത് തന്നെയാണ് അവസരം എന്ന് ചിന്തിച്ച് ഡിംപിൾ അവളുടെ കരുക്കൾ നീക്കാൻ തുടങ്ങി. ഒരു പൂക്കാരിയുടെ അവസ്ഥ കണ്ടില്ലേ ഇപ്പോൾ? ഇതാണ് ഭാഗ്യം, തലവര എന്നൊക്കെ പറയുന്നത്. ഒറ്റ നിമിഷം കൊണ്ടല്ലേ അവളുടെ ജീവിതം മാറി മറിഞ്ഞത്. എന്താ, ഡിംപിളിന് അസൂയ തോന്നുന്നുണ്ടോ? അനുരാധ ചോദിച്ചു. മാമിന് അറിയാലോ സാറിനെ കുറിച്ച്. എന്ത് നല്ല മനുഷ്യനാണ് സാറ്. വെറും എംപ്ലോയീസ് ആയിട്ട് മാത്രമല്ല ഞങ്ങളെയൊക്കെ സാർ കാണുന്നത്. ആ സാറിന് നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നത് തെറ്റാണോ? സാറിന് പറ്റിയൊരു പെൺകുട്ടിയെ, അതും കൂടെ തന്നെ ഉണ്ടായിട്ട് അത് മനസ്സിലാക്കാതെ ഇവളുടെ കുരുക്കിൽ പോയി പെട്ടതിൽ നല്ല വിഷമം തോന്നുന്നുണ്ട്. സായ് സാറിൻ്റെ സ്വത്ത് കണ്ട് മോഹിച്ച് അവൾ വശീകരിച്ചെടുത്തതാണെന്നാണ് പരക്കെ സംസാരം. അതല്ലാതെ അവൾ സായ് സാറിന് എന്തെങ്കിലും ഒരു മാച്ച് ഉണ്ടോ? പിന്നെ കുറേ സാറിൻ്റെ ഓശാരം പറ്റി ജീവിക്കുന്നവർ ഉണ്ട്. അവർ പെർഫെക്റ്റ് കപ്പിൾസ് ആണെന്നൊക്കെ പറഞ്ഞ് നന്നായി പുകഴ്ത്തുന്നുണ്ട്. മാം തന്നെ നോക്ക്, എന്ത് കാര്യത്തിലാണ് അവർ മാച്ച്? ബിസിനസ്സിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാൻ ഇവൾക്ക് അറിയുമോ? മാം നോക്കിക്കോ, ഇവൾ ലാസ്റ്റ് സാറിനൊരു തലവേദനയാകും. അവൾക്ക് സാറിൻ്റെ സ്വത്തേ ആവശ്യമുള്ളൂ. അത് കൈക്കലാക്കാൻ അവൾ പ്രേമിച്ചും സാറിനെ വശീകരിച്ചും എടുത്തു. ഡിംപിൾ പറഞ്ഞത് കേട്ട് ഒന്നും മിണ്ടാതെ അനുരാധ കേട്ടു നിന്നു. അപ്പോഴേക്കും അവരുടെ അടുത്തേക്ക് സായും അഞ്ജലിയും വന്നു. അനു, നമുക്ക് ഒരുമിച്ചിന്ന് വൈകുന്നേരം ഒരു മൂവിക്ക് പോകാം, അഞ്ജലി ചോദിച്ചു. നിങ്ങൾ പോകുന്നതിനിടയിൽ ഞാൻ എന്തിനാണ് വെറുതെ? നിങ്ങൾ പോയിട്ട് വന്നോളൂ. ഹേ, അങ്ങനെ പറയല്ലേ അനു. ഇതൊക്കെ ഒരു സന്തോഷവും സ്നേഹവുമല്ലേ. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അനുരാധ ഒന്നും പറയണ്ട. ഈവനിങ് 6 മണിക്ക് റെഡിയായി ഇരുന്നോളൂ. മഹിമയും ഉണ്ടാകും. നമ്മൾ ഒരുമിച്ച് പോകുന്നു, ഓക്കേ? സായ് പറഞ്ഞു. അനുരാധ ഒരല്പം താല്പര്യക്കുറവോടെ തലയാട്ടി. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ. അനു, ഇവിടുത്തെ കാര്യങ്ങൾ കഴിയുമ്പോൾ എന്നെ വിളിച്ചാൽ മതി, സായ് പറഞ്ഞു. ഹേയ്, ഇന്നിനി സായ് വരണമെന്നില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. പിന്നെ സായ്, എനിക്കൊരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളത്. മഴ പെയ്താൽ നമ്മുടെ ഈ വീടുകളുടെ ഇത്തരം മോഡലുകളിൽ ചെയ്ത വിൻഡോസിൽ വെള്ളം തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മരം പെട്ടെന്ന് ചിതൽ പിടിക്കും. അതുകൊണ്ട് ഈ മോഡലുകളിൽ ചെയ്ത എല്ലാ വിൻഡോസും നനയാതിരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ 10 വർഷം നിൽക്കേണ്ടത് 5 വർഷം കൊണ്ട് നശിച്ചു പോകും. ഓ, അങ്ങനെയൊരു പ്രശ്നമുണ്ടോ? ഞാൻ ഈ മോഡലിൻ്റെ ഭംഗി മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. അതിൻ്റെ ഭവിഷ്യത്തുകൾ കാര്യമാക്കിയില്ല. സ്റ്റാലിന് അതേക്കുറിച്ചൊന്നും പറഞ്ഞില്ല, സായ് പറഞ്ഞു. ചില കാര്യങ്ങളിൽ ഭംഗി മാത്രമല്ല, അതിൻ്റെ ലൈഫ് ലോങ് കൂടി നമ്മൾ നോക്കണം. അനുരാധ പറഞ്ഞത് ശരിയാണ്. ഞാൻ സ്റ്റാലിനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് നമുക്കതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്ക്, സായ് പറഞ്ഞു. ഓക്കെ. സായും അഞ്ജലിയും അവിടെ നിന്നും പോകുന്നത് നോക്കി നിൽക്കുന്ന അനുരാധയോട്, വെറുതെ പ്രേമിച്ച് മനസ്സിൽ കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. പെണ്ണുങ്ങളായാൽ സൂത്രം വേണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തി വളച്ചെടുത്ത് കൊണ്ടു നടക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരും. ഡിംപിൾ രണ്ടും കൽപ്പിച്ച് അർത്ഥം വെച്ചുകൊണ്ട് പറഞ്ഞു. നീ എന്താ ഉദ്ദേശിക്കുന്നത് ഡിംപിൾ? ദേഷ്യത്തോടെ അനുരാധ ചോദിച്ചു. മാം ഒന്നും ഒളിക്കണ്ട, എനിക്കെല്ലാം മനസ്സിലായി. മാം എന്നെ വഴക്ക് പറഞ്ഞാലും ശരി, ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. ഹേയ്, ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. നീ വെറുതെ ഓരോന്നും പറയല്ലേ, ഒരു ഇടർച്ചയോടെ അനുരാധ പറഞ്ഞു. കള്ളം പറയണ്ട മാം. മാമിൻ്റെ മുഖം കണ്ടാൽ അറിയാം എത്രത്തോളം വിഷമമുണ്ടെന്ന്. ഞാൻ ആരോടും പറയില്ല മാം, ഭയപ്പെടേണ്ട. ഇനിയും സമയം വൈകിയിട്ടില്ല. അനുരാധ മാം തന്നെ സായ് സാറിനെ വിവാഹം കഴിക്കണം. നിങ്ങൾ തമ്മിലാണ് ചേർച്ച. ഹേ, അതൊന്നും ശരിയല്ല ഡിംപിൾ. അവരുടെ വിവാഹം ഉറപ്പിച്ചതല്ലേ. സായിയുടെ ഇഷ്ടം, അത് നടക്കട്ടെ. ഇതാണ് മാമിന് ബിസിനസ്സിൽ മാത്രമേ ബുദ്ധിയുള്ളൂ. ഇത്തരം കാര്യങ്ങളിലൊന്നും ബുദ്ധിയില്ല. കുറച്ച് നാളും കൂടി കഴിഞ്ഞാൽ അവരുടെ വിവാഹം കഴിയും. പിന്നെ അബദ്ധം പറ്റിയതോർത്ത് കരഞ്ഞിട്ട് കാര്യമില്ല.
അതിനു മുൻപേ നമ്മൾ കാര്യം സാധിക്കണം. ഡിംപിൾ, ഇനി എങ്ങനെ? അതൊക്കെ സാധിക്കും. സായ് സാർ മാഡത്തിനുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തി സാറിനെ തട്ടിയെടുക്കേണ്ട. കഴിവും ബുദ്ധിയുമുള്ള മാഡം സാറിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിനുള്ള വഴി ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഡിംപിൾ പറഞ്ഞത് കേട്ട് അനുരാധയുടെ മനസ്സിന് വീണ്ടും ചാഞ്ചാട്ടമായി. ഡിംപിൾ പറഞ്ഞതിനെക്കുറിച്ച് അനുരാധ കാര്യമായി തന്നെ ഒന്ന് ചിന്തിച്ചു. അതേസമയം സായും അഞ്ജലിയും യാത്രക്കിടയിൽ, അനു, ഷീ ഈസ് സച്ച് എ ബ്രില്യൻ്റ് ആൻഡ് സ്മാർട്ട് അല്ലേ? സായുടെ ഫാമിലിയിൽ എല്ലാവരും നല്ല ബിസിനസ് ടാലൻ്റ് ഉള്ളവരാണല്ലേ? അഞ്ജലി പറഞ്ഞത് കേട്ട് സായ് ഒന്ന് ചിരിച്ചുകൊണ്ട്, അനുരാധ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. എല്ലാ കാര്യത്തിലും അവളുടേതായ ഐഡിയകളും അഭിപ്രായങ്ങളും ഉള്ളവളായിരുന്നു. അവൾക്ക് പഠിക്കാനും വളരെ താല്പര്യമാണ്. എത്ര ഡിഗ്രി ആണെന്നോ? സക്സസ്സിലെത്താൻ അവൾ എത്ര വേണമെങ്കിലും പരിശ്രമിക്കും. എനിക്കുറപ്പാണ് അവൾ വളരെ ഉയർന്ന ഒരു നിലയിലെത്തും. സായ് വളരെ സ്നേഹത്തോടെയും അഭിമാനത്തോടെയും അനുരാധയെക്കുറിച്ച് പറഞ്ഞു. അനുവിന് മഹിയെപ്പോലെ തന്നെ എന്നോട് എന്തൊരു സ്നേഹമാണെന്നോ? എല്ലാവരുടെയും സ്നേഹം കാണുമ്പോൾ ഞാൻ വളരെ ഭാഗ്യവതിയാണെന്ന് തോന്നും. തുടരും. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഡിംപിളുടെ ഉപദേശം കാരണം അനുരാധയുടെ മനസ്സിന് വന്ന